ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ ചെമന്തി സ്റ്റിച്ചിന്റെ ഒരു രീതിയിൽ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. ഇന്ന് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പോൾ അന്ന് ചെയ്ത ചെമന്തി സ്റ്റിച്ചിന്റെ അകത്ത് നമ്മൾ അടുപ്പിച്ചായിരുന്നു പെറ്റൽസ് എല്ലാം തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു റൗണ്ടിൽ നിറച്ച് ഫില്ല് ചെയ്തിട്ടായിരുന്നു ആ ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് അങ്ങനെയല്ല, സ്പ്ലിറ്റ് ചെയ്ത് പെറ്റൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും, പക്ഷെ സെന്ററിൽ നല്ല തിക്കായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ആ സ്റ്റിച്ച് വെച്ച് തയ്ച്ചിരിക്കുന്ന സാരിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ടില്ല. ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് വേറൊരു തുണിയിൽ നമുക്ക് തയ്ച്ച് കണ്ടു നോക്കാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ചെമന്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മൾട്ടി കളർ ത്രെഡ് ഇട്ട് തയ്ക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി സാരികൾക്കൊക്കെ. ചുരിദാറിലൊക്കെ സ്കാറ്റർ ചെയ്ത് തയ്ക്കുവാണെങ്കിൽ മറ്റേ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഇട്ട് തയ്ച്ച് സ്കാറ്റർ ചെയ്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽ തയ്ക്കുമ്പോൾ, പല മെറ്റീരിയലിൽ തയ്ക്കുമ്പോഴും ഈ സെയിം സ്റ്റിച്ച് തന്നെ പല മെറ്റീരിയലിൽ തയ്ക്കുമ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് ഓടിച്ചിരുന്ന് കാണാണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ടിപ്സ് എല്ലാം നിങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കണ്ടേ എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെമ്മന്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 സർക്കിൾസ് വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ചെയ്തതിൽ 2 സർക്കിളായിരുന്നു വരച്ചിട്ടാണ് തയ്ച്ചത്. നടുക്കൊരു ഡോട്ടും പിന്നെ 2 സർക്കിളും അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തായപ്പോൾ 3 സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ലീഫും സ്റ്റെമ്മും ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ലീഫ് തയ്ക്കാനായിട്ട് 3 സ്ട്രാൻഡ്സാണ് ഉപയോഗിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫ് തയ്ക്കാം. ലീഫ് തയ്ക്കാനായിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് സ്റ്റാർട്ടിങ് ഫ്ലൈ സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് മുമ്പത്തെ ഒരു ഡിസൈനിങ് ഞാൻ കാണിച്ചപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഫെദർ സ്റ്റിച്ചായിരുന്നു തയ്ച്ചിരുന്നത്. ഇന്ന സ്റ്റിച്ചേ തയ്ക്കാമുള്ളൂ എന്നൊന്നുമില്ല. ഒരു പാറ്റേണിന് ഞാൻ കാണിക്കുന്ന ഒരു ഡിസൈനിൽ ആ ഒരു സ്റ്റിച്ച് മാത്രമേ തയ്ക്കാമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഫ്ലൈ സ്റ്റിച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പൊക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, ഈ സെയിം ലെവലിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ സെയിം ലെവലിൽ തന്നെ എടുക്കുക, അപ്പുറത്തെ സൈഡിൽ നിന്ന്. എന്നിട്ട് സെൻറ്ററിലോട്ട് പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് വരച്ച് വെക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നീഡിൽ പൊക്കിയെടുക്കണം സെൻറ്ററിലോട്ട്. അതിപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ എടുക്കണം. ഇതിപ്പോൾ അകന്നാണ് വെച്ചേക്കണം. അടുപ്പിച്ച് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് തന്നെ കുത്തിയെടുക്കുക. അപ്പം ഞാൻ ഇവിടെ അകത്തിയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ക്കുമ്പോഴാണ്, ഇതാണ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. വി പോലെ തയ്ക്കുക, എന്നിട്ട് ഒന്ന് ഉടക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. അപ്പോൾ അടുത്ത കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്തത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെയിം ലെവൽ ഇപ്പറേ നമ്മൾ താത്തുക. എന്നിട്ട് അടിയിൽ നിന്ന് പോയിട്ട് നമുക്ക് എവിടെയാണ് വി വരണ്ടേ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എടുക്കുക. ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുകയാണ്. അകത്തിയാണ് ചെയ്യുന്നത്. ടൈറ്റ്ലി പാക്ക് ചെയ്ത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് കുത്തിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഗ്യാപ്പ് ഇട്ടാണ് ഈ ലീഫ് മുഴുവൻ ഫില്ല് ചെയ്യണത്. 2 രീതിയിൽ നമുക്ക് തയ്ക്കാം. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച്, അകത്തി വേണമെങ്കിൽ അകത്തി. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ലീവ്സും ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് സ്റ്റെം സ്റ്റിച്ചുമാണ് നമ്മൾ യൂഷ്വലി തയ്ക്കുന്ന പോലെ സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ലീവ്സും സ്റ്റെം സ്റ്റിച്ചും വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവർ ചെമന്തി വർക്ക് വെച്ചിട്ടാണ് ഫ്ലവർ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 സർക്കിൾസാണ് വരച്ചിരിക്കുന്നത്. ഈ സർക്കിൾസിന് ഞാൻ ഇവിടെ പാർട്ടീഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു 12 പാർട്ടീഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പാർട്ടീഷൻ എന്തിനാണ് കൊടുക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓരോ പെറ്റൽ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ പെറ്റൽ ഇന്ന ഡയറക്ഷനിൽ വരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ചിരിക്കുന്നത്. അതിപ്പം വരയ്ക്കണം എന്നൊന്നുമില്ല, ഈക്വലായിട്ട് നിങ്ങൾ പെറ്റൽസ് തയ്ച്ച് വെച്ചാൽ മതി. ഈക്വൽ ഡിസ്റ്റൻസ് വിട്ടിട്ട് തയ്ച്ചാൽ മതി. പെറ്റൽസിന് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇത് തയ്ക്കാനായിട്ട് നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് എടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം എവിടെ പെറ്റില്ല, ഇവിടെ ഒരു പെറ്റില ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെറ്റിലോട്ട് പോകാം. അപ്പോൾ ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്നില്ല. സെക്കൻഡ് സർക്കിളിൽ നിന്ന് ആണ് നമ്മൾ താത്തിയിട്ട് പിന്നെ തേർഡ് സർക്കിളിൽ നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് സെയിം സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ്. സെയിം സെൻറ്റർ പോയിന്റിൽ നിന്ന് ആദ്യത്തെ സർക്കിളിൻ്റെ അവിടെ നമ്മൾ കുത്തിയെടുക്കുന്നു. എന്നിട്ട് ഈ ത്രെഡ് ഇവിടെയല്ല വെക്കേണ്ടത്. ഈ ത്രെഡ് സൂചിയുടെ നീഡിലിൻ്റെ ഇപ്പുറം വെക്കണം. എന്ന് വെച്ചാൽ നീഡിൽ ഈ 2 ത്രെഡിൻ്റെയും മിഡിലിൽ വേണം വരാനായിട്ട്. അപ്പോൾ ത്രെഡ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് വലിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ സർക്കിളിൽ നമ്മൾ പൊക്കിയെടുത്തത്, ഇനി സെക്കൻഡ് സർക്കിളിൽ നിന്ന് താത്തിയിട്ട് ഇവിടെ താത്തിയിട്ട് ഈ നേരെ സെയിം പോയിന്റിൽ തന്നെ ആദ്യം നമ്മൾ എടുത്ത ത്രെഡ് താത്തി ആ സെയിം പോയിന്റിൽ തന്നെ നമ്മൾ എടുക്കണം. ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ വന്നു. ഇനി ഒരു വട്ടോടെ ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്യണം. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ആദ്യത്തെ സർക്കിളിൻ്റെ അവിടെ ഇങ്ങനെ എടുക്കുന്നു, ത്രെഡ് ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കുന്നു, എന്നിട്ട് നീഡിൽ പാസ് ചെയ്ത് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഒരു പെറ്റിൽ. ഇനി സെക്കൻഡ് പെറ്റിൽ നമ്മൾ അകത്തി തയ്ക്കണം. ഇത്രയും നേരം ഇതിനു മുമ്പ് ഞാൻ കാണിച്ച വീഡിയോയിൽ ചെമന്തി വർക്ക് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത് നേരെ അടുത്ത പെറ്റലിലോട്ട് ഇങ്ങനെ പോകുമായിരുന്നു, അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. ഇതിങ്ങനെ ഒരേ പെറ്റൽ വൈസ് ആയിരുന്നു. മറ്റേത് സർക്കിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഇതിപ്പോൾ പെറ്റലായിട്ട് ചെയ്യുമ്പോൾ അടുത്ത ഇതിലോട്ട് പോവുകയാണ്, അടുത്ത പെറ്റിലോട്ട്. അപ്പോൾ സെക്കൻഡ് സർക്കിളും സെക്കൻഡ് സർക്കിളിൻ്റെ അവിടെ താത്തിയിട്ട് തേർഡ് സർക്കിളിൻ്റെ എവിടെയാണ് പെറ്റിൽ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പൊക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നീഡിൽ പാസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സെൻറ്റർ പോയിൻ്റ് എപ്പോഴും സെയിം ആയിരിക്കണം. ഒരേ ആദ്യം കുത്തിയെടുത്ത് ആ പോയിൻറ്റിൽ കൂടെ തന്നെ വേണം ഇനിയുള്ള എല്ലാ പെറ്റിലും നമ്മൾ തയ്ക്കാനായിട്ട്. സെൻറ്റർ അതായിരിക്കണം. വീണ്ടും ഇതുപോലെ തന്നെ ഫസ്റ്റ് സർക്കിളിൻ്റെ അതിലെ കൂടെ എടുത്തു. പിന്നെ സെക്കൻഡ് സർക്കിളിൽ നിന്ന് തേർഡ് സർക്കിളിലോട്ട് എടുക്കുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും താഴെ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് സർക്കിളിൻ്റെ അതിലെ കൂടെ എടുക്കുന്നു. ത്രെഡ് ഇപ്പുറത്തെ സൈഡിലായിരിക്കണം നീഡിലിൻ്റെ, അങ്ങനെ വലിച്ചെടുക്കണം. അപ്പം നമ്മൾ അടുത്ത പെറ്റലും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ സെക്കൻഡ് പെറ്റലിൽ നിന്ന് തേർഡ് പെറ്റലിലോട്ട് പോകുമ്പം സെക്കൻഡ് സർക്കിളിൽ നിന്ന് തേർഡ് സർക്കിളിൻ്റെ അവിടെ എവിടെയാണോ മാർക്ക് ചെയ്തേക്കണത്, പെറ്റൽ വേണമെന്ന് എവിടെയാണോ മാർക്ക് ചെയ്തേക്കണത് അങ്ങോട്ടേക്ക് കുത്തിയെടുക്കുക. പിന്നെ വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ തയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ടേൺ ചെയ്യേണ്ട വരും. അപ്പോൾ വീണ്ടും ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തേർഡ് പെറ്റൽസും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ തേർഡ് പെറ്റലും തയ്ക്കേണ്ടത്. ആദ്യം തന്നെ ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടെ എടുത്തു. ഇനി സെക്കൻഡ് സർക്കിളിൻ്റെ ഇവിടെ നിന്ന് എടുത്ത് ആദ്യം താത്തിയെടുത്ത് ആ പോയിന്റിലോട്ട് തന്നെ എടുക്കണം. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെൻറ്റർ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടെ എടുക്കുക, ത്രെഡ് ഇപ്പുറത്തെ വയ്ക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഇനി ഫോർത്ത് പെറ്റലിലോട്ട് നമ്മൾ പോകണം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഗ്യാപ്പെല്ലാം, പെറ്റലിൻ്റെ ഗ്യാപ്സ് എല്ലാം നമുക്ക് തീരുമാനിക്കാം. അകത്തണമെങ്കിൽ അകത്താം, കുറച്ച് പെറ്റൽസ് മതിയെങ്കിൽ കുറച്ച് പെറ്റൽസ്, ഇതെല്ലാം ഈ സർക്കിളിൻ്റെ മുഴുപ്പ് തന്നെ മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷേ പ്രൊസീജിയർ ഇതെല്ലാം സെയിം ആയിരിക്കും. അകത്തോ അടുപ്പിക്കുകയോ അതൊക്കെ നമ്മുടെ ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ ഒരു സാരിയിലൊക്കെയാണ് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ടാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ മാർക്കുണ്ടാവും. കാർബൺ പേപ്പർ വെച്ചിട്ട് ഒരു സാരിയിലൊരു ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ മാർക്ക് പോകത്തില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊരു അഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡോട്ട്സ് ഇട്ടത് എവിടെയൊക്കെ നമ്മൾ പെറ്റൽ വെക്കണം, എത്ര പെറ്റലാണോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പെറ്റലിൻ്റെ അവിടെയൊക്കെ ഈക്വലായിട്ടും സ്പേസ് വിട്ട് മാർക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ മാർക്ക് കാണത്തില്ല. നമ്മൾ അവിടെയാണല്ലേ കുത്തിയെടുക്കുന്നത്, അതുകൊണ്ട് ആ മാർക്ക് നമ്മൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സർക്കിൾ വരയ്ക്കുന്നത്, തേർഡ് സർക്കിൾ ഒരിക്കലും വരയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, ഔട്ടർ സർക്കിൾ.
അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേണമെങ്കിൽ സർക്കിൾ വരച്ചോ, ഡിസൈനിങ് ചെയ്യുമ്പോൾ ഒരു ചുരിദാറിലോ അല്ലെങ്കിൽ സാരിയിലോ തയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സെയിം ഹോളിൽ കൂടിയാണ് നമ്മൾ ഈ 12 പെറ്റൽ തയ്ക്കാൻ നേരത്തെ ഈ സെയിം ഹോളിൽ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഹോളായി വരും. ഇപ്പോൾ കോട്ടൻ്റെ തുണിയാകുമ്പോൾ അത്രയും വലിയ ഹോൾ വരത്തില്ല. അതെല്ലാം ലൈറ്റ് മെറ്റീരിയലൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഹോളാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബീഡ് വെക്കാനോ അതല്ല വേറെ എന്തെങ്കിലും ഫ്രഞ്ച് നോട്ട് ചെയ്യണമെന്ന് വെച്ചാലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഹോളുള്ളത് കൊണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബീഡാ വെക്കണേ എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബീഡില്ലാത്ത ഗ്ലൂ തേച്ച് ബീഡങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ബീഡിനെ ഒന്ന് ത്രെഡ് വെച്ച് ഫിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ഉറപ്പോടെ ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് ഗ്ലൂവിന് വല്ലതും പറ്റിയാലും ത്രെഡ് ഉള്ളത് കൊണ്ട് പൊളിഞ്ഞു പോരത്തില്ല, വിട്ടു പോരത്തില്ല. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ സിമ്പിൾ കുഞ്ഞു ടിപ്പുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തയ്ക്കുമ്പോൾ ഒരു ഹോൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മിക്കവർക്കും അറിയായിരിക്കും. അറിയില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞു ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയിരിക്കണേ എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചമന്തി സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ വിട്ടുള്ള പെറ്റൽസായിട്ടും ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് സിംഗിൾ കളർ ഇട്ട് തയ്ക്കുന്നേക്കാളും ഡബിൾ ഷെയ്ഡ് ത്രെഡൊക്കെ ഇട്ട് തയ്ക്കുന്നതാണ് കൂടുതൽ ഭംഗി വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ നടുക്ക് ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയലാണെങ്കിൽ നടുക്കൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാണാൻ നല്ല ഭംഗിയാണ് ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ. ചുരിദാറിൻ്റെ യോക്കിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് സ്കാറ്റർ ചെയ്ത് തയ്ച്ചാൽ നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. വേറെ ഡിസൈനിങ് ഒന്നും വേണ്ട. ഇതുപോലെ കുറച്ച് സർക്കിൾസ് സ്കാറ്റർ ചെയ്ത് തയ്ച്ചാൽ മതി, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ലൈറ്റ് മെറ്റീരിയൽസിൽ തയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹോള് വരുന്നത് സെൻറ്ററിൽ. അന്നേരം ബീഡ്സ് ഒക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കൂട്ടുക. ഇതൊരു റാപ്പിംഗ് സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ഈ സെയിം ഡിസൈൻ ഇപ്പോൾ നമ്മൾ തയ്ച്ചു കണ്ട ആ സെയിം ഡിസൈനിങ് തന്നെയാണ് ചെയ്തേക്കുന്നത്. സെയിം സ്റ്റിച്ചസുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫ്ലൈ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ഇതിൻ്റെ അകത്ത് ചെമന്തി വർക്ക്. അപ്പോൾ നടുക്കൊരു ബീഡ് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ആങ്കറിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. അതിൻ്റെ കോഡ് 1304 ആണ്. അപ്പോൾ ഇതിൻ്റെ അടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ചെമന്തി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യം ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ നിറച്ചും തിക്കായിട്ടും ഇവിടെ കുറച്ച് ത്രെഡായിട്ടും ഗ്യാപ്പ് വിട്ടിട്ട് ത്രെഡായിട്ടുമാണ് വരുന്നത്. അപ്പോൾ അടി കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഈ സ്റ്റിച്ചിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 6 സ്ട്രാൻഡ്സ് തന്നെ എടുക്കുക. പേൾ കോട്ടൺ ആണെങ്കിൽ ആ ഒറ്റ ത്രെഡ് തന്നെ എടുത്ത് തയ്ച്ചാൽ മതി. പക്ഷേ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കുമ്പോൾ പേൾ കോട്ടൺ ആയിരിക്കില്ല നല്ലത്, ആങ്കർ ത്രെഡ് ഇട്ട് തയ്ക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.